ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം പട്ടിണി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഭയമില്ല സഹാബ. എന്റെ സഹാബത്ത് ശുഐബ് അബൂ താലിബില് ഞാൻ പട്ടിണി കിടന്നതുപോലെ, ഖന്തക്കിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടതുപോലെ എന്റെ സഹാബത്ത് പട്ടിണി കിടക്കുമെന്ന് എനിക്ക് ഭയമില്ല. പക്ഷെ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അഖ്ശാ അലൈക്കും അൻ തബ്സുത്ത അലൈക്കും ദുനിയാ, ഈ ദുനിയാവിന്റെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നതിന് ഞാൻ ഭയപ്പെടുകയാ. എല്ലാവരും മുതലാളിമാരാവുക, സമ്പത്ത് കൊണ്ടൊരു വല്ലാത്ത ആട്ടം നടക്കുക. ഇന്ന് മുസ്ലിം ലോകത്തിന്റെ പരിസരം കാണുമ്പോ ഹബീബ് പറഞ്ഞതത്ര ശരിയെന്നറിയുമോ? സമ്പത്ത് കൊണ്ട് കല്യാണ വേദികളിൽ, വിവാഹ വീടുകളിൽ എന്ന് വേണ്ട അകത്തും പുറത്തും ആർഭാടത്തിന്റെ ഈ സമ്പത്തിന്റെ വീര്യം കാണിക്കുന്ന സമുദായത്തിന്റെ മേൽവിലാസം കാണുമ്പോ വഫാത്താകുന്നതിന്റെ തലേ ദിവസം കണ്ണീരൊഴുക്കിയിട്ട് ഹബീബ് പറഞ്ഞ മുന്നറിയിപ്പ് ഓർക്കുക. സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്താൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമല്ല. അതവൻ അല്ലാഹുക്ക് അവനോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമല്ല. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നത് അത് പടച്ച